Merci. കാനഡയിൽ നിന്നും വരുന്ന ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തീർച്ചയായും ഒന്ന് ചിന്തിച്ചു പോവും, എന്താണിവർ ശരിക്കും ഇന്ത്യയുടെ നാശം കാണുവാനായി ആഗ്രഹിക്കുന്നുവോ എന്ന്. കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ഈ കാണുന്ന ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വിളിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാം ആർട്ടിക്കിൾസ്, പ്രോ ഖാലിസ്ഥാൻ സ്ലോഗൻസ് റൈസ്ഡ് ഇൻ പ്രസൻസ് ഓഫ് കനേഡിയൻ PM. നമ്മുടെ വിഷു ഒക്കെ പോലെ പഞ്ചാബികളുടെ സിഖ് മതവിശ്വാസികളുടെ വിളവെടുപ്പിന്റെ ഉത്സവമാണ് വൈസാഖി. കഴിഞ്ഞ ദിവസം കാനഡയിൽ ഇതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിൽ വെച്ചാണ് ഈ സംഭവം അരങ്ങേറിയത്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഇത് നമുക്ക് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ നിരോധിത തീവ്രവാദ സംഘടനയായ ഖാലിസ്ഥാൻ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ അത് ഇന്ത്യക്കെതിരെയാണ്. ഇന്ത്യയുടെ സൊവേണിറ്റിയെയും സെക്യൂരിറ്റിയെയുമാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. കാരണം ഖാലിസ്ഥാൻ എന്ന സംഘടനയുടെ അടിസ്ഥാനപരമായ ഒരേ ഒരു ലക്ഷ്യം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വിഭജനം, പഞ്ചാബിന്റെ സെപ്പറേഷനാണ്. ഇന്ത്യക്കെതിരെ ഒരു പൊതുവേദിയിൽ വെച്ച്, അതും രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ സാന്നിധ്യത്തിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇതിനെതിരെ കാനഡ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെ മൗനമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. ഈ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്താണെന്നോ ഇതിന്റെ അർത്ഥം എന്താണെന്നോ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് മനസ്സിലാകാത്തതാണ് എന്ന് വിചാരിക്കരുത്. ട്രൂഡോയ്ക്ക് ഇതേപ്പറ്റി നല്ല വ്യക്തമായ ധാരണയുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ G20 മീറ്റിംഗ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നപ്പോൾ കനേഡിയൻ PMനോട് ഖാലിസ്ഥാൻ വിഷയത്തെപ്പറ്റി ചോദിച്ചതിന് വളരെ കുറച്ചാളുകൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വെച്ച് കാനഡയെ മൊത്തം വിലയിരുത്തരുത് എന്നായിരുന്നു മറുപടി. എന്നാൽ ഇന്ന് അതിന് വിപരീതമായി ചില പ്രത്യേക താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രൂഡോ ഇപ്പോൾ കാണിക്കുന്ന ഈ പ്രവൃത്തി ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മിൽ അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. നമുക്ക് കാണാം ഈ ദൃശ്യങ്ങൾ. Waheguru Ji Ka Khalsa, Waheguru Ji Ki Fateh. Happy Vaisakhi, Joyeux Vaisakhi. I want to thank the Ontario Sikhs and Gurdwara Council for organizing this extraordinary event once again today. It is always so amazing to be back at the Khalsa Day celebrations. I'm happy to be here with ministers. മാത്രമല്ല, തുടർന്നുള്ള തന്റെ പ്രസംഗത്തിൽ വെച്ച് പരിപൂർണ സുരക്ഷയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഫ്രീഡം ഓഫ് പീസ്ഫുൾ പ്രൊട്ടസ്റ്റും എല്ലാം തന്റെ രാജ്യത്ത് വാഗ്ദാനം ചെയ്തിട്ടാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ഇവിടുന്നുള്ള മടക്കം. പാകിസ്ഥാനെ കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് വെച്ച്, അതും അവരുടെ PMന്റെ മുന്നിൽ വെച്ച് ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്നതിനായുള്ള മുദ്രാവാക്യം വിളിക്കുന്നതും അത് കേട്ട് അവിടുത്തെ ഭരണാധികാരികൾ പുഞ്ചിരി തൂവുന്നതും ഇത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാര്യം സ്പഷ്ടമാണ്, കാനഡ ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിക്ക്, സെക്യൂരിറ്റിക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ശത്രുക്കൾക്കൊപ്പം മണിചേരുകയാണ്. കാനഡയിൽ വരാൻ പോകുന്ന ഹൗസ് ഓഫ് കോമൺസിന്റെ ഇലക്ഷൻ ലക്ഷ്യമാക്കി ട്രൂഡോ കളിക്കുന്ന ഈ കളികൾ സിഖ് വോട്ടേഴ്സിനെ പ്രീതിപ്പെടുത്തി അവരുടെ വോട്ട് നേടിയെടുക്കുക എന്നതായതിനാൽ ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രവൃത്തികൾ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാനഡയുടെ ഈ വിദേശ നീതിയെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ മുൻപൊരിക്കൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പച്ചയ്ക്ക് തുറന്നു കാട്ടിയതാണ്. എന്നാൽ ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ വലിയൊരു ഗെയിം പ്ലാൻ തന്നെ മെനയുന്നുണ്ട്. കാനഡയിലുള്ള ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയെപ്പറ്റി നമ്മിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ മുഖ്യ നേതാവാണ് ജഗ്മീത് സിംഗ് എന്ന സിഖ് വംശജൻ. കാര്യം സിഖ് വംശജനൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ കാലുകുത്തുന്നതിന് ഇദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ട്രോങ് സിഖ് വോട്ടർ ബേസ് ഉള്ള ഈ പാർട്ടിയുടെ പിന്തുണയുടെ ബലത്തിലാണ് ജസ്റ്റിൻ ട്രൂഡോ നിലവിൽ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഇലക്ഷനിലും ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാനഡയെ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ഇത് വളരെ നിർണായകമായിരിക്കും. എന്നാൽ ഖാലിസ്ഥാനികൾ ഇവിടെ ഈ അവസരത്തെ മുതലെടുക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 1984 നടന്ന സിഖ് വിരുദ്ധ കലാപത്തെ സിഖ് ജെനോസൈഡായി ചിത്രീകരിക്കുവാൻ ഇവർ ശ്രമിക്കുകയാണ്. നമുക്ക് കാണാം ഇവരുടെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗിന്റെ വാക്കുകൾ. So less than a year ago, I debated this. I brought forward a motion to recognize the genocide here in this Legislative Assembly. And it was, for me, a very personal journey. More important than me, this was a journey for a community that has suffered so much. People who make Ontario their home, Madam Speaker, have fled persecution and oppression. People in Ontario are here today because they saw their family members murdered in front of their eyes. People are here, Madam Speaker, because they witnessed the savagery and sensational violence perpetrated against people simply for being who they are. People who are identified as Sikhs by name, by identity, by appearance, by clothing, by long hair, by their articles of faith were targeted and massacred. And what makes this so chilling, what makes this episode in the history of India so dark, is because it was perpetrated with the planning and organization of elected officials. People sworn to represent the people of a nation, the communities that they were elected in,
they use their power and position to commit a barbaric act of genocide against their own citizens. Why we're here today, it needs to be addressed. The resilience of the Sikh community, leaders who are, many of them who are here today, applied pressure on the government, were deeply offended at this government for voting against this motion. And it's their tremendous courage, their hard work, their persistence, their resilience. It's because of them that we're here today, and I honor them. But why is this so important? Why is it so fundamentally important that we acknowledge what occurred to the Sikh community as a genocide? There are a number of reasons. But first and foremost, there is a misconception that is poisonous. The misconception that has been perpetrated or that has been propagated is that this somehow was a result of a Hindu-Sikh conflict. This is misinformation, and this is poisonous, and it is toxic. The suggestion that what occurred was a riot creates and conjures an idea that two communities fought against one another. That could not be further from the truth. In fact, members of the Hindu community, of the Muslim community, put their lives at risk to save their Sikh brothers and sisters, their Sikh neighbors. And until we can acknowledge what occurred was a genocide, we do a disservice to their sacrifice, to their courage. Judith Herman, author of Trauma and Recovery, The Aftermath of Violence from Domestic Abuse to Political Terror, writes, in this process, the survivor seeks assistance not only from those closest to her, but also from the wider community. The response of a community has a powerful influence on the ultimate resolution of the trauma. Restoration of the breach between the traumatized person and the community depends first on the public acknowledgement of the traumatic event, second, upon some form of community action, end quote. That's what we're doing today. To honor the lives that were lost, we must publicly acknowledge that this was a heinous act. To have any healing and reconciliation, first there must be an acknowledgement that there was a harm perpetrated. That's what this does. It gives a sense of hope to those who suffered, and it rectifies the misunderstanding that this was some sort of communal violence. It was not. It was a state-organized perpetration of violence against a marginalized community. And the thing is, Madam Speaker, this isn't localized. Today, in India, currently, academics, journalists, actors are being charged and imprisoned simply for voicing their dissent or their concerns about the state. People like Amir Khan, a famous Bollywood actor, simply raised a concern about the rising intolerance in India and was charged with sedition. Gurmeher Kaur was a university activist who complained about the activities of fundamentalism creating a culture of intolerance, and she was threatened with rape. There's an ongoing use of violence against women. Dalit communities are continued to be oppressed. People are facing caste discrimination where they are denied access to public resources because of their caste. All of this continues to go on. Human Rights Watch talks about these ongoing abuses. This is a country that continues to use visa denial as a form of silencing critics. I currently have my visa denied. I can't go back to my own homeland. But there are people here in this assembly that have been silenced because of their criticism of the human rights track record of India, and they are in this assembly and they've been denied the right to go back to their own home. This is important. This is a truly meaningful act towards the reconciliation and justice. Thank you. ഇവരുടെ പദ്ധതി എന്തെന്നാൽ അർമേനിയൻ ജെനോസൈഡ് വിഷയം പെട്ടെന്ന് ഉയർന്നു വന്നതുപോലെ, അതായത് തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറു രാജ്യമാണ് അർമേനിയ. അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള അതിർത്തി തർക്കത്തിൽ തുർക്കി അസർബൈജാനെ സഹായിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അർമേനിയയ്ക്ക് ആയുധങ്ങൾ നൽകിയത് ഈയടുത്തിടയ്ക്ക് വലിയ വിവാദമായതാണ്. അർമേനിയ ഒരു ക്രിസ്ത്യൻ മജോറിറ്റി കൺട്രിയും അസർബൈജാനും തുർക്കിയും മുസ്ലിം രാജ്യങ്ങളുമാണ്. 1915 മുതൽ 20 വരെ 8 മുതൽ 15 ലക്ഷം വരെ ക്രിസ്ത്യൻസിനെയാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഇവിടെ കൊലപ്പെടുത്തിയത്. 2 ലക്ഷത്തിലധികം പേരെ നിർബന്ധിത മതപരിവർത്തനത്തിനും വിധേയമാക്കി. ഈ വിഷയത്തെ ഈ അടുത്തിടയ്ക്ക് ഒരു ഇന്റർനാഷണൽ ഇഷ്യൂ ആക്കുകയും അതിനെ പല ലോകരാജ്യങ്ങളും അർമേനിയൻ ജെനോസൈഡായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ സെയിം സ്ട്രാറ്റജിയാണ് ഇവിടെയും ഇവർ പ്രയോഗിക്കുവാൻ ശ്രമിക്കുന്നത്. നമുക്ക് കാണാം, ഇനി മിക്കവാറും തന്നെ ജഗ്മീത് സിംഗിന്റെ പാർട്ടി ആദ്യം കനേഡിയൻ പാർലമെന്റിൽ ഒരു വോട്ടെടുപ്പ് നടത്തി സിഖ് ജെനോസൈഡിനെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കുവാൻ ശ്രമിക്കും. ജസ്റ്റിൻ ട്രൂഡോയുടെ ഇപ്പോഴത്തെ നിലപാട് വെച്ച് കനേഡിയൻ പാർലമെന്റ് സിഖ് ജെനോസൈഡിനെ ഒഫീഷ്യലായി
അംഗീകരിക്കുകയും ചെയ്യും. അതിനുശേഷം ഇവർ പതിയെ മറ്റു ലോകരാജ്യങ്ങളോടും പറയും സിഖ് ജനസൈഡിനെ അംഗീകരിക്കുവാൻ. അതിനുവേണ്ടി ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ട്രൂഡോയെ മാക്സിമം പുഷ് ചെയ്യുകയും ചെയ്യും. അത് അങ്ങനെ സംഭവിച്ചാൽ ഇന്റർനാഷണലി ഇന്ത്യക്ക് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതിനു മറുപടിയായി നമുക്ക് ഇന്ത്യക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുക? കാനഡയുടെ ഈ വിവാദത്തെ കൗണ്ടർ ചെയ്യുവാൻ ഒരു മുൻ ഇന്ത്യൻ പാർലമെന്റേറിയൻ ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇതല്പം കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു കാര്യവുമാണ്. നമുക്ക് കാണാം കാനഡയ്ക്ക് തിരിച്ചടി നൽകുവാനായി ഇന്ത്യ ക്യൂബെക് റഫറണ്ടത്തെ പിന്തുണയ്ക്കണമെന്ന്. അതായത് കാനഡയുടെ കിഴക്കേ അറ്റത്ത് ഫ്രഞ്ച് സ്പീക്കിംഗ് ജനത തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രൊവിൻസ് ആണ് ക്യൂബെക്. ഇവിടെ ഒരു സെപ്പറേറ്റ് ഫ്രഞ്ച് സ്പീക്കിംഗ് രാജ്യത്തിന് വേണ്ടിയുള്ള റഫറണ്ടം പലതവണ നടന്നിട്ടുണ്ട്. കാനഡ ഖാലിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് പോലെ ഇന്ത്യയും ക്യൂബെക്കിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാണ്? ഇന്ത്യ ക്യൂബെക് വിഷയം ഉയർത്തിക്കാട്ടി കാനഡയ്ക്ക് അതേ നാണയത്തിൽ മറുപടി നൽകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക. ഈ വിഷയത്തിൽ ഇനി പുതിയ ഏതെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ നമുക്ക് കാണാം ഇനി പുതിയൊരു വീഡിയോയുമായി. അതുവരെ ഏവർക്കും ജയ് ഹിന്ദ്.